അസ്സലാമു ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യുന്ന റെസിപ്പിയാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞാനിവിടെ 2 ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക്കൻ്റെ മുഴുവൻ ഭാഗം എടുത്താൽ മതി. ഇനി കുറച്ച് ചുവന്ന മുളക്, അതുപോലെ ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കമുളകല്ല എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ പച്ചമുളക് കൊണ്ടിരുന്ന സമയത്ത് പഴുപ്പായിട്ടുള്ള മുളകാണ്. ഇതിലേക്ക് ഒരു നുള്ളി വലിയ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഇനി നമ്മൾ ചിക്കനിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മുളകിൻ്റെ ആ ഒരു പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ചെറുനാരങ്ങ നീര് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് പേസ്റ്റ് നമുക്കൊന്ന് മാറ്റിയേക്കാം. ഇതിൽ ചെറുനാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വറ്റൽമുളകല്ല എടുത്തിട്ടുള്ളത് കേട്ടോ, ചുവന്ന മുളകാണ്. വറ്റൽമുളകാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അരക്കാൻ കഴിയുള്ളൂ. ഇനി 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചില മുളക് അത്ര എരിവുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എണ്ണം കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. ചില മുളക് നല്ല എരിവുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ നമ്മളിതിൽ മുളക് പൊടി എക്സ്ട്രാ ചേർക്കണില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം കേട്ടോ. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചിക്കന്. എന്നിട്ട് നമ്മൾ ഓയിൽ ചൂടാക്കിയതിന് ശേഷം ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വേണേലും ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ബോൺലെസ് ആയിട്ടുള്ള ഈ ഒരു പാർട്ട് തന്നെ എടുക്കാൻ കാരണം അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക്കൻ മുഴുവനായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് മസാലയിൽ തന്നെ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. സാധാരണ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണല്ലോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് 2 ഭാഗം ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒരു മൊരിഞ്ഞ കളർ വരും കേട്ടോ. എന്താ മുളകിൻ്റെ ആ ഒരു പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ, മുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത്. അപ്പോൾ നന്നായിട്ട് ചുമയൊക്കെ വരും മുളകിൻ്റെ ആ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ആയി വരുന്ന സമയത്ത് കോരി മാറ്റാം. എന്നിട്ട് ഞാൻ ആ ഓയിൽ കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതിലേക്ക് ഞാൻ കുറച്ച് ആ മുളകിൻ്റെ ബാക്കിയുള്ള പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ മുഴുവനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിലാണ് നമ്മളിത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് സോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഓൾറെഡി സ്പൈസിയാണ്. വീണ്ടും നമ്മൾ ആ ഒരു ചില്ലി പേസ്റ്റൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടെ സ്പൈസി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.